Welcome back to my channel English Grammar Teaching and Learning. Today we study what is conjunction. A conjunction or conjunctions are words which is a connecting word or joining word or linking word which is used to join words, phrases and clauses in a sentence. ഒരു സെൻറ്റൻസിലെ വാക്കുകളെയോ അല്ലെങ്കിൽ ഫ്രേസുകളെയോ അതുമല്ലെങ്കിൽ ക്ലോസുകളെയോ തമ്മിൽ യോജിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡ്സിനെയാണ്, ജോയിനിങ് വേർഡ്സിനെയാണ്, ലിങ്കിങ് വേർഡ്സിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺജങ്ഷൻ ഘടകം. സോ കൺജങ്ഷൻസ് ആർ ലിങ്കിങ് വേർഡ്സ് ഓർ ജോയിനിങ് വേർഡ്സ് ഓർ കണക്റ്റിംഗ് വേർഡ്സ് വിച്ച് കണക്ട് വേർഡ്സ്, ഫ്രേസസ് ആൻഡ് ക്ലോസസ് ഇൻ എ സെൻറ്റൻസ്. അപ്പോൾ ഒരു ക്ലാസ്സിലെ വാക്കുകളെയോ അല്ലെങ്കിൽ ശൈലികളെയോ അതുമല്ലെങ്കിൽ ക്ലോസുകളെയോ തമ്മിൽ യോജിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. സോ കൺജങ്ഷൻസ് ആർ വേർഡ്സ് വിച്ച് ഈസ് യൂസ്ഡ് ടു ജോയിൻ ഓർ കണക്ട് വേർഡ്സ്, ക്ലോസസ് ആൻഡ് ഫ്രേസസ് ഇൻ എ സെൻറ്റൻസ്. ഉദാഹരണം നോക്കിയേ. ഹി വർക്ക്സ് ഹാർഡ് ടു ഏൺ ഹിസ് ബ്രെഡ് ആൻഡ് ബട്ടർ. അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നു. ടു ഏൺ ഹിസ് ബ്രെഡ് ആൻഡ് ബട്ടർ ഓർ ലൈവ്ലിഹുഡ്. ബ്രെഡിനും ബട്ടറിനും വേണ്ടി എന്ന് പറഞ്ഞാൽ ലൈവ്ലിഹുഡ്, നിത്യജീവിതത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. ഇവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ, ആ ബ്രെഡിനെയും ബട്ടറിനെയും രണ്ട് വേർഡ്സിനെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ആദ്യത്തെ റൂൾ നമ്മൾ പാലിച്ചു. എന്താണ്? വേർഡ്സ്, കണക്റ്റിംഗ് വേർഡ്സ്. രണ്ടാമത്തെ ടു ഫൈറ്റ് ഓർ ഗിവ് അപ്പ്, ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഡിസൈഡ്. ഒന്നുകിൽ പോരാട്ടം നടത്തുക, അതല്ലെങ്കിലോ ഉപേക്ഷിക്കുക. ഇതിലേതെങ്കിലും ചെയ്യാം. ടു ഫൈറ്റ് ഓർ എന്ന് പറയുന്നത് അവിടെ രണ്ട് ഫ്രേസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടു ഫൈറ്റ് ഓർ ഗിവ് അപ്പ്, ദാറ്റ് വി ഹാവ് ടു ഡിസൈഡ്. അതാണ് നമുക്ക് തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനം എടുക്കണം. ദ സെന്റൻസ് നമുക്ക് ടു ഫൈറ്റ്, വി ഹാവ് ടു ഡിസൈഡ് ടു ഫൈറ്റ്, ഫസ്റ്റ് വൺ. ഓർ ഒരു സെന്റൻസ്. രണ്ടാമത് വി ഹാവ് ടു ഡിസൈഡ് ഗിവ് അപ്പ്. ഇത് രണ്ടും ഏതെങ്കിലും ചെയ്യാം. ദെൻ തേർഡ് സെന്റൻസ് ദോ ഐ ലൈക്ക് ഹിം, എനിക്ക് അവനെ ഇഷ്ടമാണ്, എന്നിരുന്നാലും ഐ കനോട്ട് എക്സ്ക്യൂസ് ഹിസ് ഒഫൻസ്, അവൻ്റെ ഒഫൻസിന് അവൻ ചെയ്ത തെറ്റിന് മാപ്പ് കൊടുക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഞാൻ എക്സ്ക്യൂസ് കൊടുക്കില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ദോ എന്ന് പറയുന്നതാണ് അവിടുത്തെ കൺജങ്ഷൻ. അവിടെ സിമ്പിൾ കൺജങ്ഷനാണ് ഇവിടെ. അപ്പോൾ കൺജങ്ഷനെ നമ്മൾ പലതായി തരംതിരിച്ച് പഠിക്കും. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആൻഡ് കോറിലേറ്റീവ് കൺജങ്ഷൻ. അത് കൺജങ്ഷൻ എന്ന് പറയുന്ന പ്രത്യേക ചാപ്റ്ററിൽ ഈ പാർട്സ് ഓഫ് സ്പീച്ചിലെ 9 പാർട്സും അല്ലെങ്കിൽ നൗൺ, പ്രൊനൗൺ, വെർബ്, ആഡ്വെർബ്, അഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ ആൻഡ് ആർട്ടിക്കിൾസ്. ഇത് ഓരോരോ ചാപ്റ്ററായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അറ്റ് പ്രസന്റ് ഐ ആം ഗിവിംഗ് ഓൺലി ഡെഫിനിഷൻസ് ആൻഡ് 2 or 3 എക്സാമ്പിൾസ്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് ദോ. ഇതേ രീതിയിൽ നമുക്ക് കൺജങ്ഷൻസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ. Thank you. Please share, subscribe and support me. Thank you.